السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وعترته وعياله وذرياته وعن كل الصحابة أجمعين. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളുടെ മജ്ലിസിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞാപനം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്മുകൾ മുൻനിർത്തി ജഗന്യന്താവായ അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ നീറുന്ന പുകയുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമാറാവട്ടെ. നമുക്ക് നമ്മുടെ സദസ്സിലേക്ക് കടക്കാം. ജഗന്യന്താവായ റബ്ബ് ആത്മാർത്ഥമായി കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്മ നിർത്തി അല്പം നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്മിനെ ചൊല്ലുകയും ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ബർക്കത്തിന് വേണ്ടി അല്പം ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. നമ്മുടെ സദസ്സിലേക്ക്, നമ്മുടെ മജ്ലിസിലേക്ക്, നമ്മുടെ ആത്മീയ മാതാവിലേക്ക്, ആത്മീയ സദസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക വഅതവജ്ജഹു ഇലൈക വഅതദറഉ ഇലൈക ബിഅസ്മാഇകൽ ഹുസ്ന. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം. 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 സല്ലു അലൻ നബി. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسائر الأنبياء والمرسلين وعلى ملائكة الله المقربين. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നമ്മൾ ചൊല്ലിയ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തും രാജസീയതായ ഖാലിഖായ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഹംദ് കൊണ്ട് തുടങ്ങുകയും ശേഷം സ്വലാത്ത് കൊണ്ട് ആരംഭിക്കുകയും ഹംദും സ്വലാത്തും കൊണ്ട് തുടക്കം കുറിച്ച് നമ്മുടെ ഹലാലായ സദുദ്ദേശങ്ങളൊക്കെ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആവശ്യപ്പെടുകയും ദുആ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതും നമ്മുടെ ദുആ ഖബൂലാവാൻ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ്. ഓരോ ഉന്നതന്മാരും അവർ വിലായത്തിൻ്റെ മർത്തബയിലേക്ക് എത്തിയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മായിലൂടെയാണ്.
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകൾ ഉരുവിടുകയും അത് ഉരുവിട്ട് ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നാം ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ പേരുകൾ കൂടുതൽ പറയുമ്പോൾ നമ്മെ അവർ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മെ നാമാക്കി വളർത്തിപ്പോറ്റി തീറ്റിപ്പോറ്റി വളർത്തുന്ന രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ നാം കൂടുതലായി ഉരുവിടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് നോക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങളിലും നാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്മുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിന് വേണ്ടി വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയുണ്ടായി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹും മലായികത്തുകളും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങളും ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, മലായികത്തുകൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു എന്ന് ഖുർആനിൻ്റെ ഒരു ഭാഗത്തും പറഞ്ഞില്ല. പക്ഷേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടുത്തെ മഹത്വം നമ്മെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മെ അറിയിക്കുന്നതിന് വേണ്ടി, നമുക്കത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു, അവൻ്റെ മലായികത്തുകളും സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ ഹബീബായ നബിൻ്റെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. ഈ നിലക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുക. നമ്മുടെ ഇബാദത്തുകൾ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കുക. നമ്മുടെ ജീവിതം മുഴുവനും ആത്മീയമായി സ്വലാത്തിലൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചൊല്ലിയ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളും നമ്മൾ ചൊല്ലിയ ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള പരിശുദ്ധമായ സ്വലാത്തും നമ്മിൽ ജീവിതത്തിലുടനീളം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. രാജ സയ്യിദായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിന്ന് ഈ ശറഫാക്കപ്പെട്ട ദുൽഹജ്ജ് മാസത്തിൽ ഫദ്ലായ നിന്റെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഇസ്മു മുൻനിർത്തിക്കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഇസ്മുകളെ ഉരുവിട്ട മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നേട്ടം കിട്ടുന്ന, ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ അമലായി നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, എല്ലാവിധ സദുദ്ദേശങ്ങളും ഞങ്ങൾക്ക് നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശുഭ നൽകണേ അല്ലാഹ്. മഹൂഫത്തായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈമാനുള്ള ഉടപ്പറപ്പീങ്ങളുണ്ട് അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കടമുള്ളവരുണ്ട്, വീട്ടണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വളരെ സംതൃപ്തമായ വീടുകൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവരുണ്ട്, തൃപ്തികരമായ ജോലി നൽകണേ അല്ലാഹ്.
ഉള്ള ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉറ്റവർ ഉടയവർ ഖബറിലാണ് അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. اللهم ربنا لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا سحرا إلا بطلته ولا عدوا إلا دمرته ولا حالا إلا صلحته ولا حاجة من حوائج الدنيا هي لك رضا ولنا فيها صلاح إلا قضيتها ويسرت طرقها وأسبابها يا رب العالمين. اللهم اجعل آخر كلامنا عند انتهاء آجالنا بكلمة التوحيد لا إله إلا الله في ليلة الجمعة وفي نهارها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.